ചിന്തണ ചോലകൾ ചോക്കണതോ പദയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ ഗാനനമോ ചിന്തി പൊരി ചിന്തണ ചോലകൾ ചോക്കണതോ പദയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ ഗാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനീതോ നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനീതോ നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ അപ്പൊ ശരിക്കും ഈ അമേരിക്കയും ബ്രിട്ടനൊക്കെ ആട്ടി ഓടിച്ച ആൾക്കാരാണ് ഈ ജ്യൂസ് അല്ലേ? പിന്നീട് പലസ്തീൻ അവർക്ക് അഭയം നൽകുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ അമേരിക്ക ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആന്റി സെമിറ്റിക് ആയിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജൂതരെ ഒഴിപ്പിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഇങ്ങനത്തെ സംഭവം നടക്കുന്നത്. അല്ല, പിന്നീട് ഇവർ തന്നെയാണല്ലോ ജ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, അതാണ് അതിനേക്കാൾ വലിയ തമാശ. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ആക്ച്വലി. നമ്മളിപ്പോൾ ഒരു ഹ്യൂമാനിറ്റിന്റെ പേരിൽ ഫലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് സ്റ്റാറ്റസുകൾ ഇടുന്നുണ്ടാവും. ശരിക്കും അവിടെ നടക്കുന്ന പ്രശ്നം എന്താ? ഹമാസ് തന്നെയാണോ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കോർ ലക്ഷ്യം വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിൽ പല ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഇതൊന്നും അറിയാൻ ശ്രമിക്കുന്ന പോലും ഇല്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, ലോകത്തിന്റെ എവിടെയോ നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. എന്തിനാ വെറുതെ ഇതൊക്കെ കണ്ട് നമ്മുടെ സമയവും സമാധാനമൊക്കെ കളഞ്ഞ് വെറുതെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോണത്? ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെയൊക്കെ മരിക്കുന്നതിന്റെ റീലൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ പല ആൾക്കാർ സ്റ്റാറ്റസുകൾ പോലും ഇപ്പൊ കാണുന്ന സമയത്ത് എന്തിനാ ഇത്രയും ഒരു ലോങ് ടൈം സ്റ്റാറ്റസുകൾ കാണുന്നത്? അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കുമ്പോൾ ഇനി ഇത് കാണാൻ വയ്യാന്നുള്ളൊരു മെന്റാലിറ്റി. അപ്പോൾ അതൊന്നും പിന്നെ ഈ ഫോൾസ് നെറേറ്റീവ്സ് അവർ ഈ സയന്റിസ്റ്റുകളൊക്കെ ഇറക്കുന്ന പല പല വേറെ തരം നെറേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അത് കേട്ട് അത് വിശ്വസിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ആളുകൾ ഇതിന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്ന ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അവരുടെ നെറേറ്റീവ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്.
ചില ആൾക്കാർക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് പോലും അറിയേണ്ടതില്ല എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആൾക്കാരാണ്. സോ നമുക്കറിയുന്ന പോലെ ഇതൊന്ന് ഡിസ്കസ് ചെയ്താലോ. നമ്മൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും വലിയ നോളജുള്ള ആൾക്കാരൊന്നും ആയിരിക്കണം എന്നില്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ കിട്ടുന്ന കുറച്ച് അറിവുകളുണ്ടാവല്ലോ. അതിൻ്റെ ഒരു ബേസിൽ സംസാരിക്കുക എന്നുള്ളൊരു പ്ലാനില്ല. ശരിക്കും ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ പലസ്തീനിൽ എന്താ സംഭവിക്കണമെന്ന് അറിഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1946 ഫലസ്തീൻ്റെ ഒരു മാപ്പും പിന്നെ ഇപ്പോൾ ഉള്ള 2024 നമ്മൾ കാണുന്നൊരു പലസ്തീൻ ഇസ്രായേൽ മാപ്പും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനിടയ്ക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റം മൊത്തം സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഒരു 70 വർഷത്തെ ഒരു വലിയ മാസക്കറിനും അതിൽ കുറേ പേര് ആയിരക്കണക്കിന് ജനങ്ങൾ മരണപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റിനൊക്കെ ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. അതിനൊരു വലിയ ഹിസ്റ്ററി തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് മുമ്പ് തന്നെ ജൂതന്മാർ ഈ പറയുന്ന ഫലസ്തീൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഇസ്രായേലും പലസ്തീനൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഇവരിവിടെ നിന്ന് പലായനം ചെയ്ത് പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഈ യൂറോപ്യൻ ഏരിയകളിലേക്കൊക്കെ ആയിട്ട് ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും പോളണ്ടിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ അവർ അവിടെ പോയി കുറേ കാലം അവിടെ അവർ ജീവിക്കുന്നു. അവർക്ക് കുറേ തലമുറകൾ ഉണ്ടാകുന്നു. അതിൽ തന്നെ മിക്സ്ഡ് റേസ് ആയിട്ടൊക്കെ ഒരുപാട് തലമുറ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഒരു ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ പലിശ ഇടപാട് വെച്ചിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്രിസ്ത്യൻസിനാണെങ്കിലും പറ്റില്ല, മുസ്ലിങ്ങൾക്കാണെങ്കിലും പറ്റില്ല. കാരണം ഇവർക്കൊക്കെ മതപരമായിട്ട് അതൊക്കെ നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ജൂതന്മാരായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പലിശ ഇടപാടുകൾ നടത്തി തുടങ്ങുമ്പോൾ തന്നെ അവരുടെ വെൽത്ത് പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. അവർ നല്ല വെൽത്തി ആയി മാറി. അപ്പോൾ ഇത് വെള്ളക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പം ജ്യൂസ് പറഞ്ഞു തരുന്നത് ആക്ച്വലി അവർ ഗോഡ്സ് ചോസൺ പീപ്പിളാണ്, അഥവാ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു സമൂഹമാണെന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതും പറഞ്ഞവർ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൈസ്റ്റിനെ കുരിശിലേറ്റെന്തും ഈ ജ്യൂസ് തന്നെയാണല്ലോ. സോ അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് സഹജമാണ്. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ അവിടെ ആൻറ്റിസെമിറ്റിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആൻറ്റിസെമിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ജൂതർക്ക് എതിരായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി, ഇപ്പോൾ ഇസ്ലാമോഫോബിയൊക്കെ പോലൊരു സംഭവം അന്നേ തുടങ്ങുകയാണ് ജൂതർക്ക് എതിരായിട്ട്. അതേ സമയത്ത് തന്നെയാണ് ഈ സയനിസ്റ്റ് ഐഡിയോളജി കൂടെ വരുന്നത്. സയനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുമ്പോൾ അവരുടെ പഴയ സ്ക്രിപ്റ്റേഴ്സ്, ഈ തോറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ മനസ്സിലാക്കി എടുക്കുകയാണ് ഈ പറഞ്ഞ പോലെ ജൂതർക്കാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ലാൻഡിൻ്റെ ശരിക്കുള്ള അവകാശം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ലാൻഡൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവിടെയുള്ള ജൂതർക്കും പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടി ആവുന്നതോടുകൂടിയിട്ട് കുറച്ച് ജൂതരൊക്കെ ആ സമയത്ത് പലസ്തീനിലേക്ക് പതുക്കെ കുടിയേറുന്നുണ്ട്. പക്ഷെ അവിടെ അപ്പോഴൊന്നും വലിയൊരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നില്ല. 1881 ആ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നീട് വേൾഡ് വാർ 1 നടക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് വാർ 1 നടക്കുന്ന സമയത്ത് ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ ഒരു ഫലസ്തീനും ജോർദാനൊക്കെ അടങ്ങുന്ന ആ ഒരു റീജിയൻ ബ്രിട്ടൻ്റെ കയ്യിലാവുകയാണ്. അങ്ങനെ അതൊരു ബ്രിട്ടീഷ് മാൻഡേറ്റായി മാറുകയാണ്. പിന്നീട് 1917 ബാൽഫോർ ഡിക്ലറേഷൻ ഉണ്ടാവുകയാണ്. അതിൽ പറയുന്നത് ജൂതർക്ക് ഒരു നാഷണൽ ഹോം പലസ്തീനിയൻ ലാൻഡിൽ അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാം എന്നുള്ള പോലൊരു സംഭവം കൂടെ വരുന്നതോട് കൂടിയിട്ട് ജൂതരെല്ലാവരും കൂടെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പറഞ്ഞ പോലെ ഫലസ്തീനിയൻ ലാൻഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പോപ്പുലേഷൻ അവിടെ വരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഒക്കെ തുടങ്ങുന്നുണ്ട്, ചെറിയ പ്രശ്നങ്ങളും കശപിശയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം വേൾഡ് വാർ 2 സംഭവിക്കുകയും പിന്നീട് ഈ ബ്രിട്ടീഷുകാരുടെ ടോർച്ചർ കൂടാണ്ട്, ബ്രിട്ടീഷുകാർക്ക് ഓൾറെഡി ഇതുണ്ടായിരുന്നു, ആൻറ്റിസെമിറ്റിസം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹിറ്റ്ലറിൻ്റെ കൂടെ സൈഡിൽ നിന്നുള്ള ഒരു വംശഹത്യയും കൂടെ ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ മില്യൻസ് ഓഫ് ജൂതരെ കൊന്നെടുക്കുന്ന ഒരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് അവരെല്ലാവരും ഫലസ്തീനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഈ പറയുന്നത് പോലെ ഫലസ്തീനികൾ അവരെ സ്വീകരിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു പിക്ക് ഉണ്ടായിരുന്നില്ലേ, ജർമ്മൻസ് ജീനോസൈഡ് നടത്തിയ സമയത്ത് എല്ലാവരും ബാനറൊക്കെ പിടിച്ചിട്ട് ജർമ്മൻസ് ഡിസ്ട്രോയ്ഡ് അവർ ഫാമിലീസ് ആൻഡ് ഹോംസ്, ഡോണ്ട് യു ഡിസ്ട്രോയ് അവർ ഹോപ്സ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഞാനെന്നും പലസ്തീനിയൻസിനും പലസ്തീനിയൻ ഗവൺമെൻറ്റിനും ലോയലായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടാണ് പല ആളുകളും വന്നിട്ടത്. ഈവൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉള്ള ആ ഒരു ഫുൾ ആളുകൾ ഉൾപ്പെടെ പലരും അങ്ങനെയൊക്കെ ഒരു എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഭയങ്കരമായി കൂടാൻ തുടങ്ങി. ഈ പറഞ്ഞ കാരണം ഒരു വലിയ പോപ്പുലേഷൻ ഓഫ് ജൂസ് ഈ പറഞ്ഞ അറബ് ലാൻഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ കുറേ കോൺഫ്ലിക്ട്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഹൈ ആവാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ളൊരു പോയിന്റിൽ ആണ് ബ്രിട്ടൻ UN സമീപിക്കുന്നത്. ഇപ്പോൾ UN കൊടുക്കുന്നൊരു സൊല്യൂഷനാണ് ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്.
ഇതിനിടയ്ക്ക് ഈ പലസ്തീനും ഇസ്രായേലും വേറെ വേറെ ആയിരിക്കണം, ഇതിൽ പാർട്ടീഷൻ ചെയ്തിട്ട് 55% ജൂതർക്കും 45% അറബ്സിനുമായിട്ട് ഈ ലാൻഡിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അറബ്സിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു. ഓ, ഈ മതത്തിന്റെ പേരിലുള്ള രാജ്യം വെട്ടിമുറിക്കും. അത് തന്നെ. അപ്പോൾ അങ്ങനെ നക്ബ സംഭവിക്കുകയാണ്. അപ്പം നക്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1948 ഇങ്ങനെയൊരു ഈ 47 ഈ ഒരു സംഭവം കൂടെ ഈ ഒരു സൊല്യൂഷൻ ഒരു പ്രപ്പോസ് ചെയ്തതോട് കൂടിയിട്ട് ഈ ജ്യൂസ് എല്ലാവരും കൂടെ ആ ഒരു ലാൻഡ് പിടിച്ചെടുക്കാനുള്ളത് തത്രപ്പാടിൽ നടത്തിയ ഒരു സംഭവത്തിൻ്റെ പേരാണ് നക്ബ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 500ഓളം ടൗൺസ് ഫ്രം പലസ്തീൻ അവർ ഒഴിപ്പിച്ചു. അതിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിൽ കുട്ടിയെന്നോ അല്ലെങ്കിൽ വലിയ ആൾക്കാരെന്നോ പ്രായമായവർ, സ്ത്രീകൾ, അങ്ങനെ ഒന്നും നോക്കാതെ ഒരുപാട് പേരെ കൊന്നിട്ടും ഒക്കെ വളരെ ക്രൂരമായിട്ടാണെങ്കിലും ശരി എന്നുള്ള രീതിക്ക് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഈ പറയുന്ന സെറ്റിലേഴ്സ് ഒരു വലിയ ലാൻഡ് ഏരിയ പിടിച്ചെടുത്ത ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരായിരുന്നു നക്ബ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമയുണ്ട്, ഫർഹ എന്നാണ് ആ സിനിമൻ്റെ പേര്. ഓ, ഓക്കെ ഓക്കെ. ആക്ച്വലി ആ സമയത്തൊക്കെ ഹമാസ് ഉണ്ടോ? ആക്ച്വലി ഹമാസ് ഇല്ല. അതൊക്കെ ഒരുപാട് കഴിഞ്ഞ് 1987 ഹമാസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ പലസ്തീനിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി അവരെക്കാൾ സംസാരിക്കുന്നത് പുറത്തുള്ള ആളുകളല്ലേ. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലൊക്കെ അവിടെ നടക്കുന്നത് പുറത്തു വരാതിരിക്കാൻ വല്ലാതെ പണിപ്പെടുന്നുണ്ടെങ്കിലും മറ്റുള്ള രാജ്യക്കാരായിട്ടുള്ള ആളുകൾ അവരല്ലേ ഇവരുടെ വോയിസായി മാറുന്നത്. മിലിറ്റന്റ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു മിലിറ്ററി അറ്റാക്ക്, അതിൻ്റെ പേരിൽ ആ രാജ്യത്തെ മൊത്തം ആളുകളും പണിഷബിൾ ആവുകയാണ്. മൊത്തം ആളുകളെയും ഉപദ്രവിക്കുന്ന ഒരു കണ്ടീഷൻ. ഭക്ഷണം ഇല്ലാതാവുന്നു, തടയപ്പെടുന്നു, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നു, ഇൻഡിസ്ക്രിമിനേറ്റ്ലി ബോംബ് ചെയ്യപ്പെടുന്നു, മൊത്തം മൊബിലിറ്റി ഇല്ലാതാവുന്നു. നടക്കുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു നുണ പോലെ എല്ലാവരുടെയും പ്രചരിപ്പിക്കുകയാണ്. മനുഷ്യർ പോലും അല്ല, മരിക്കേണ്ട ആളുകളാണ് എന്ന് വരുത്തി തീർക്കും. അങ്ങനെ ഒരു സമയം വരികയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാ ആളുകളും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞൊന്ന് കണ്ണടച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ World War I World War II ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള പല അട്രോസിറ്റീസ് നമ്മൾ പണ്ട് നടന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കണക്ടിവിറ്റിയും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളുള്ള ഈ 2024 അതുപോലൊരു വാർ തന്നെയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2024 മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തിട്ട് മാത്രമേ ഒരു വാർ നടത്താൻ പറ്റുള്ളൂ എന്നുണ്ടോ? 8 ബില്യൺ ആളുകൾക്ക് 2024 പോലും ഒരു യുദ്ധം നിർത്തലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?